ഞാൻ പറഞ്ഞു വന്നത് ഷിബിലിയോട്, ഈ പറയുന്ന ഇത്തരത്തിൽ ഇവർക്ക് ദേഷ്യം തോന്നിയ, പ്രതികാരം തോന്നിയ ആളുകളുടെ എല്ലാം വീടുകളിലെ സ്ത്രീകളെ ആക്രമിക്കുകയാണ് ഇവർ ചെയ്തതെന്നാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഇതൊന്നുമില്ലാതെ അവിടെ നിരവധി മിസ്സിംഗ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ പല പാവപ്പെട്ട കുടുംബങ്ങളുടെയും മിസ്സിംഗ് കേസുകൾ രേഖപ്പെടുത്താതെ പോലും പോയിട്ടുണ്ട്. കാരണം ധർമ്മസ്ഥലയിൽ ഒരു പോലീസ് സ്റ്റേഷനിലായിരുന്നു. ധർമ്മസ്ഥലയും ഇതും കൂടി ഇന്നലെ ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയിരുന്നു. അതിൻ്റെ 70 കിലോമീറ്റർ ഡിസ്റ്റൻസ്, 70 കിലോമീറ്റർ ഇല്ല, അതിൻ്റെ കുറച്ച് താഴെ, അതിൻ്റെ പകുതിയിൽ താഴെ മാത്രമുണ്ട്. അതിൻ്റെ 16-20 കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ. ആ ഡിസ്റ്റൻസ് ഉള്ള ബെൽത്തങ്ങാടിയും ധർമ്മസ്ഥലയും തമ്മിൽ അത്രയും ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ ബെൽത്തങ്ങാടിയിലെ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കണം. ആ പോലീസുകാർ ആരും തന്നെ പരാതി എടുക്കാൻ തയ്യാറില്ലായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ സ്കൂൾ കുട്ടികളായിട്ടുള്ള, ടീനേജിൽ പോയുള്ള അത്തരത്തിലുള്ള വളരെ ചെറിയ കുട്ടികളടക്കമാണ് മൃഗീയമായിട്ടുള്ള, ക്രൂരമായിട്ടുള്ള ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയായിട്ടുള്ളതാണ് പ്രാഥമികമായി നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരം. അപ്പൊ ഇതിന്റെ പിന്നിൽ അവിടുത്തെ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു കുടുംബമുണ്ടെന്നും ആ കുടുംബത്തിന്റെ അകത്തു നിന്നുള്ള ആളുകൾക്കെല്ലാം തന്നെ ഇതിൽ പങ്കുണ്ടെന്നും അവരുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ മാഫിയായി ഇത് വളരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്.